ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മഞ്ഞ് പോലുള്ളൊരു പുഡിംഗ് ഉണ്ടാക്കിയാലോ. നല്ല ഫ്ലഫി ആയിട്ടുള്ള സ്നോ പുഡിംഗ് ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പുഡിംഗ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഈ പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ളത് കോൺഫ്ലോർ 2 ടേബിൾ സ്പൂൺ, പാല് 2 കപ്പ്, പഞ്ചസാര ആവശ്യത്തിന്, പിന്നെ നിങ്ങൾക്ക് ടേസ്റ്റിന് വേണമെങ്കിൽ വാനില എസൻസും കൂടെ ചേർക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു ബൗളിൽ പാലെടുക്കാം. അതിലേക്ക് കോൺഫ്ലോറും പഞ്ചസാരയും വാനില എസൻസും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡും യൂസ് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി നമുക്കൊരു പാൻ എടുക്കാം. പാൻ ഒന്ന് ചൂടായാൽ അതിലേക്ക് നമ്മുടെ പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി അത് നമ്മൾ നിർത്താണ്ട് ഇളക്കി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. പാലൊന്ന് കട്ടയായി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് ചൂടോടെ തന്നെ മൗൾഡിലേക്ക് ഒഴിച്ചിട്ട് ഫ്രീസറിൽ വെക്കണം. ഞാനിവിടെ മൗൾഡായിട്ട് എടുത്തിട്ടുള്ളത് ചെറിയ സിലിക്കോൺ കപ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിന് ഞാൻ കുറച്ച് സ്പ്രിങ്കിൾസും കപ്പിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഓപ്ഷണലാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ചായിട്ട് നമ്മുടെ പുഡിങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ വെക്കണം. അതിനുശേഷം നമുക്കിത് കപ്പിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ സ്നോ പുഡിംഗ് ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞു. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പുഡിംഗ് റെസിപ്പിയാണ് ഞാൻ ഇന്ന് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക, ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.